വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. നമ്മുടെ ഗ്രാനിക്കകത്ത് ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു ന്യൂ അപ്ഡേഷൻ വന്നു. ഈ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ഫുള്ളൊരു ക്രിസ്മസിൻ്റെ ഒരു അപ്ഡേഷൻ വന്ന് എല്ലാവരും അപ്ഡേഷൻ ചെയ്യണം. സെക്കൻഡ് നമ്മൾ നവംബർ ഹാലോവീനായിട്ട് ഒരു ഹാലോവീൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഒരു നൈറ്റ്മെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാത്തൊരു അപ്ഡേറ്റ് ചെയ്യണം. ഹാലോവീൻ അപ്ഡേറ്റ് ആണ് ഇപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പം കളിക്കാം. സോറി, ഹാലോവീൻ അല്ല, ക്രിസ്മസ് അപ്ഡേറ്റ്. ഫസ്റ്റാണ് നമ്മൾ വേസ് എടുത്ത് ഫസ്റ്റ് നമ്മൾ വേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒളിച്ചിട്ടുണ്ട്. ഇപ്പം ഗ്രാനി ഇങ്ങോട്ട് വരും. ഗ്രാനി എന്താ വരാത്തെ? ആ ഗ്രാനി വന്നിട്ടുണ്ട്. കണ്ട ഗ്രാനി വരുമ്പോൾ ഒരു ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടൊരു ചൂണ. ഇച്ചിരി നമുക്ക് ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂട്ടാം. ഗ്രാനി പോയിട്ടുണ്ട്. ഗ്രാനി എങ്ങോട്ടാ പോയ നേരം നമുക്ക് നോക്കണ്ടേ? പക്ഷെ നമ്മൾ നോക്കിയില്ല. താപ്പോട്ടാ പോയേക്കുന്നേ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് നമുക്ക് ഗ്രാനി ഒന്ന് കൊല്ലണം. ഇതിനകത്ത് നമ്മുടെ ടാർഗറ്റ് നമുക്ക് സ്പൈഡർ വേൾഡിൽ പോകുന്ന എൻ്റെ ഒരു ഊഹാബോധം. ഇത് നമ്മള് സ്പൈഡർ വേൾഡിൽ ചെന്നൊരു എസ്കേപ്പ് ആണ് നമ്മുടെ പ്ലാൻ. സീവർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് ഗ്രാനി വരും. വന്നു ചത്ത് പോക്ക് ഗ്രാനിയുടെ നമുക്ക് നമ്മൾ ഇറങ്ങാൻ നേരം നമ്മളൊന്ന് കൊല്ലാൻ വേണ്ടിയുള്ള ഉടായ്പ. നമ്മളങ്ങനെ ഒന്നും വെച്ചു കൊടുക്കത്തില്ല. നമ്മളാരാ മോൻ? അവിടെ എന്തോ ഒരാൾക്ക് അതിനെ പുറകെ ഒരു അനക്കം. പോയി തോന്നുന്നുണ്ട്. ഗൈസ് എല്ലാരും ഇനി കമന്റ് ചെയ്യണം. അത് നമ്മള് വേറെ ഏത് ഗൈസ് എല്ലാരും കമന്റ് ചെയ്യണം അത് ഏത് ഗെയിമാ ഇനി കളിക്കണ്ടേന്ന്. ഗ്രാനി ഒന്നും കൂടി ഇങ്ങോട്ട് വരും. അന്നേ നമ്മളുടെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ കളി കളിക്കണം. ഇങ്ങോട്ട് വന്ന് ഇവിടെ റിമോട്ട് വല്ലതും ഉണ്ടോ? അന്നേ നമ്മളുടെ ലൈറ്റ് ഗ്രാനി വന്നെന്ന് തോന്നുന്നു. വന്നു നമുക്ക് ഗ്രാനിയെ നമുക്ക് ഇതുവഴി ഇന്ന് വിളിച്ചുകൊണ്ട് വരുത്തണം. അത് നമ്മുടെ ഈ വേസ് വെച്ച് നമ്മളിന്ന് ഗ്രാനിയെ കൊല്ലാൻ പോവുക. നമ്മൾ ഗ്രാനി കൊല്ലാൻ പോകുന്നത് നമ്മുടെ ഈ വേസ് വെച്ച് തന്നെ. ഫസ്റ്റ് നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം. ഇപ്പം ഗ്രാനി ഇങ്ങോട്ട് വരും. ഈ സൗണ്ട് കേട്ട് ഈ ഭാഗത്തോട്ട് വരും. ഈ ഭാഗത്ത് സൗണ്ട് കേൾക്കത്തില്ല. ഗ്രാനി കഥ തുറക്കുന്ന സൗണ്ടാണ് ഇപ്പം നമ്മൾ കേട്ടെ. ഇപ്പം ഗ്രാനി ഇങ്ങോട്ട് വരണം. പാല് വെച്ചിട്ടുണ്ട്, എന്നാ കുടിച്ചോ. ഗ്രാനിയമ്മച്ചി വടയും പാലും വെച്ചിട്ടുണ്ട്, കുടിച്ചോ. ഇങ്ങോട്ട് വരും. ഗ്രാനിയമ്മച്ചി നമുക്ക് ഓടാം. ഇനി നമ്മുടെ ഉദ്ദേശം ഇതാ. ചത്ത് അറിയാതെ ഒരു സൗണ്ട് അവിടെ ഉണ്ടായി.
ഇവിടെ നമ്മളൊന്ന് സൂക്ഷിക്കണം, ഇത് തട്ടാതെ നക്കി വെച്ചിട്ടാ പൊതിഞ്ഞ് വെച്ചതല്ല. നമുക്കിപ്പം ഗ്രാനി ഇങ്ങോട്ട് വരും. വന്ന് 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 വാ 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 വാ. അപ്പോൾ അതിനകത്തോട്ട് കയറും. കയറി. നമുക്ക് നമ്മൾ ഈ വെയ്സ് വെച്ച് തന്നെ ഗ്രാനിയെ കൊല്ലാം. നമുക്ക് ഇനി നമ്മളെ മെയിൻ പാർട്ടാണ്. അതിന് ഗ്രാനി 2 മിനിറ്റത്തേക്ക് ചത്തിരിക്കുന്നു. നമ്മൾ അപ്പോൾ ഇത് ഒന്ന് തുറക്കുക. സ്പൈഡർ വേൾഡ് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്രാനി വീണ്ടും വരും. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കണം. നമുക്ക് വെപ്പൺ നമ്മുടെ മെയിൻ കാര്യം ചെയ്യാം. എൻ്റെ ഒരു ഊഹാബോധത്തിൽ വെപ്പൺ കീ ചിലപ്പോൾ സ്പൈഡർ വേൾഡിലോട്ട് ഇറങ്ങാൻ നേരം നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചെടി എടുക്കാൻ ഒരു പ്ലാൻ വെക്കണം. ഗ്രാനി എണീക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് എടുക്കട്ടെ. സ്പൈഡർ വേൾഡ് ഒന്ന് സ്പൈഡർ ഗ്രാനി ഒന്ന് ഉണർത്തിട്ട് ഓടിക്കൂ. നമുക്കിനി നമ്മുടെ ചെടി എടുക്കാം. ചെടി എടുത്താൽ ഗ്രാനിക്ക് ഭയങ്കര പവറാണ്. എന്താ ചെയ്യാനാ? വേണ്ട വേണ്ട വേണ്ട. ചെടി ഇവിടെ ഇങ്ങോട്ട്. ചെടി വേണ്ട. ചെടി എടുത്താലേ ഗ്രാനി ചിലപ്പോൾ ചത്ത ഉണരുമായിരിക്കും. വേണ്ട, എടുക്കാം. ഞാൻ വിചാരിച്ചത് എടുക്കാം. നമ്മുടെ ഈ ഇട്ട് അടിക്കുന്ന നമ്മുടെ ഹേർട്ടാണ്. അപ്പം നമ്മുടെ ഗ്രാനി ഉണർന്നു. ഇനി നമ്മൾ ഇവരുടെ അതിന് വെപ്പൺ കീ സ്പൈഡർ വേൾഡിനെ കീ ചെടി എടുത്ത് അതിൻ്റെ ഹേർട്ട് ബീറ്റ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മൾ സ്പൈഡർ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ചെയ്യേണ്ടത് സ്പൈഡർ വേൾഡിൽ പോകണം. ഇനി ഗ്രാനി ഒന്നുകൂടെ ഒന്ന് പൂട്ടിയാലോ എന്നുള്ളത്. നമുക്ക് ഗ്രാനി ഒന്നുകൂടെ പൂട്ടാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ അത് കയറുമോ ഗ്രാനി? ഗ്രാനി ചത്തിട്ടില്ല. അയ്യോ, ഗ്രാനി ഇവിടെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പെടും. ഒരു ഐഡിയ, ഇതിവിടെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കാം. നമുക്ക് എവിടെയോ കെണി വെച്ചിട്ടുണ്ട്. സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം ഗ്രാനിയെ. നമ്മൾ ഇറങ്ങാൻ നോക്കിയിരിക്കുവാണോ? വന്ന് 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 കെണി വെച്ചു. ഗ്രാനി പോയോ എന്തോ? ചെറുതായിട്ട് പാത്ത് നോക്കാം. അപ്പുറത്ത് പോയാലോ?
ഈ സ്പൈഡറൊക്കെ വെച്ചിട്ട് വലിയ കളി വേണോ? ഇപ്പം നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട് സൗണ്ട്. ഇവിടൊക്കെ നല്ല മഞ്ഞ്. എന്റെ ഗ്രാനി എന്താ വരാത്തെ? ഗ്രാനി അമ്മച്ചി വാ, പരിപ്പ് വടയും ചായയും വെച്ചിട്ടുണ്ട്. ആ തുറന്നു വന്നു ഗ്രാനി അമ്മച്ചി വന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓടിവാ. ആ വന്നു ഗ്രാനി അമ്മച്ചി വന്നു. ഇനി കുറച്ച് കളിക്കണം. ഇപ്പം എനിക്ക് വീണ്ടും ഗ്രാനി ഒന്ന് സൗണ്ട് ഉണ്ടാക്കണം. വീണ്ടും വാ. ഓടിക്കോ. ഇതൊരു ജീവമരണ പോരാട്ടമാണ്. ഇപ്പൊ തട്ടിയാ തീർന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പൈഡർ വേൾഡ് തുറന്നു. സ്പൈഡർ വേൾഡ് ചാടി. അങ്ങനെ നമ്മൾ സ്പൈഡർ വേൾഡ് എത്തിയിരിക്കുന്നു ഗൈസ്. നിറഞ്ഞ ഇവിടെ വല്ല ഒന്നുകൊണ്ടോ നമുക്ക് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് തുണിയാം. നമ്മൾ ഗ്രാനി ഇവിടെ വിളിച്ചു വരുത്തിയാലോ? അവിടെ വീണാൽ പെട്ടു, ചത്ത്. ഇതവിടെ തട്ടി. ഞാൻ വിചാരിച്ച അങ്ങോട്ട് വീഴുന്നില്ല. ഇപ്പോൾ ഒരു ഷൂ മറന്ന ഒരാളുടെ ഒരു പോക്കുണ്ട്. നമ്മൾ സ്പൈഡറാണത്. ഗ്രാനിയുടെ പെറ്റാണ്. ക്രിസ്മസ് ചാപ്റ്ററിൽ ഞാൻ സ്പൈഡർ ഗ്രാനി കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ പോകുന്നു. സെയിം ആയിരിക്കും. നോർമലാ. ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഫസ്റ്റ് നമുക്ക് മെല്ലെ രണ്ട് കൊമ്പ്. ഇവിടെ വന്ന് പിടിച്ച് ചത്ത്. അത്തില്ല.
ഗ്രാനി പോകുന്നില്ല. ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം. നമ്മൾ ഇവിടുന്നാണ് എസ്കേപ്പ് ചെയ്യേണ്ടത്. ഇവിടുന്നാണ് നമ്മൾ സീവർ എസ്കേപ്പ് ചെയ്യേണ്ടത്. പാഡ്ലോക്കി വേണം അതിന്. നമുക്കിവിടെ റഫ് കീ, പാഡ്ലോക്കി. I need some kind of chain. ഇവിടെ ഒരു ചെയിൻ കട്ടർ വേണം. നമുക്ക് വേണ്ടി ചെയിൻ കട്ടർ കിട്ടിയായിരുന്നു. മമ്മി ദാ ഇപ്പോൾ ഇവിടെ കണ്ട് ചത്ത്. അവരെടുത്ത് വിളിക്കാം. എലക്ഷനൊക്കെ ആയതുകൊണ്ട് പൊങ്കാല. സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്നത് മേളിൽ ഇത് എഴുതി കൂടെ മഞ്ഞൊക്കെ വരുന്നു. നമ്മളിവിടെ ഇരിക്കുന്ന കണ്ട് ആ ചിലന്തി കുട്ടി. അയ്യോ, എനിക്ക് നമ്പർ കിട്ടിയില്ലായിരുന്നു. എനിക്കിതിന് നമ്പർ കിട്ടിയില്ലായിരുന്നു. ഇനി ഏത് നമ്പർ എടുക്കണം? ഇത് ഏതോ ഒന്നെടുത്താൽ നമുക്ക് നമ്മളൊരു വെപ്പൺ കിട്ടും, എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടും. പക്ഷെ ഒന്നെടുത്താൽ നമ്മൾ ചാവും. ഇത് ഏതെടുക്കണം? ഒരു ഐഡിയ തമ്മി എണ്ണ ഇടാം. നമുക്ക് 1 എടുക്കാം. ചത്തു. ഞാൻ 2 എടുത്തായിരുന്നായിരുന്നു, പിന്നെ 1 എടുത്ത് ടേറ്റു. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ഗ്രാനിയെ വെട്ടിക്കണം. ഇവിടെ നമുക്ക് ബേസും ഇല്ല, അത് നമ്മളെ കഷ്ടം. ബേസ് മറ്റേ ഗ്രാനി കൊല്ലാൻ വേണ്ടി അവളെ കൊണ്ടിട്ട്. ഇവിടെ നമുക്ക് ബേസ് ഇതെന്താ ഗ്രാനി വരാത്ത? എന്താ ഇപ്പൊ ഇറങ്ങിയാണ് ചത്താണ്. ഇപ്പൊ എനിക്ക് ഓർമ്മ, നമ്മുടെ ചെയിൻ കട്ടർ
എസ്കേപ്പിന് ആവശ്യമായ ഒരെണ്ണം കാർപോസിന് എടുത്തിരിപ്പുണ്ട്. ഇങ്ങോട്ടായി പോകുന്നത്. പിടിച്ചോ. ഒരു രക്ഷപ്പെട്ടു. പറഞ്ഞേനെ. നീ ആരുടെ നോക്കുന്നേ? ഞാൻ ഇവിടെ കൊണ്ടുപോവാ ഒരു ദുഷ്ടത്തി. എണ്ണീറ്റ് വന്നാൽ കെണി വിട്ട് ചത്തോട്ട്. നീ എങ്ങനെ ചോദിക്കണ്ട. അവിടെ എങ്ങാണ്ട് പാത്തിരി പോകുന്നു. കാട്ടി ഒളിച്ചിരിക്കുവോ? കള്ളി അമ്മച്ചി. അയ്യോ കണ്ട് അയ്യോ പെട്ട്. പിടിച്ച് ബെഞ്ച് നേരെ ഓട്ടോമാറ്റിക്കലി ആയി. നേരെ മനുഷ്യനത് എങ്ങനെ ഇറങ്ങാനാണ്? ഒരു സൗണ്ട് കേട്ടെ. തോറ്റ് ജയിച്ചു. ഇറങ്ങാം. കണ്ണും പൂട്ടി ഇറങ്ങാം. ചത്തു. അയ്യോ ഐഡിയ. ഗ്രാനി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഒന്നും കൂടെ റൂമിലിട്ട് പൂട്ടിയിട്ട് നമുക്ക് കുഴി ചാടാം. സ്പൈഡർ അമ്മച്ചി എടുക്കുക. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടാവണ്ടേ? വീണ്ടും ഇറങ്ങി. ഇവിടെ കിടക്കുന്ന വുഡ് പീസ് എടുക്കാം. പീസ് അങ്ങോട്ട് റോട്ട് ചെയ്യാം.
ഇങ്ങോട്ട് വരും. ഒരു വട്ടം അനുഭവമുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. രണ്ടാം ദിവസമല്ലേ, മറന്നു കാണും. പക്ഷെ ഞാൻ മറക്കത്തില്ല. പെട്ടെന്നുള്ള ചെയ്യാം. മറന്നില്ല. മറന്നു. ഇനി ബാ ചെയിൻ കട്ടർ കിട്ടും. ഇനി ബാ നമ്മുടെ വലിയ ആവശ്യമുള്ള അതാരാ? ഇത് ഗ്രാൻഡ് ഉണ്ടോ? നമ്മളിനി നമ്മുടെ സ്പൈഡർ അമ്മച്ച എടുത്തിട്ട് വീണ്ടും വന്നു. യെസ്, നമുക്ക് അതും മുമ്പത്തേക്കാട്ടി ശക്തി കയറിയാണ് വൈ വന്നിരിക്കുന്നത്. മറ്റേ തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, എനിക്കത് വേണമായിരുന്നു. വീണ ചത്ത്. ഗ്രാനിമച്ചി ഉണ്ടോ ഇവിടെ? അല്ല, ഗ്രാനിമച്ചി തുറന്നിറങ്ങി. ഇവിടുന്ന് തുറന്നിറങ്ങി. വാവ്. ഇപ്പൊ വീണ്ടും സ്പൈഡർ അമ്മച്ചിയുടെ ഒരു ഓട്ടം ഉണ്ട്. ഇപ്പം ഇങ്ങോട്ടൊരു ഓടിയൊരു വിരക്കം കാണും. ഓ ദൈവമേ, ഒരു ട്യൂണും ഉണ്ട്. വിഷയമാണ്. കണ്ട് എന്തൊരു ഉണ്ടാക്കുന്ന. ഇനി ഒന്നും കൂടെ ഇറങ്ങാം. നോ, ഇനി മെല്ലെ അങ്ങോട്ട് നടക്കുക. തിരിച്ചൊന്ന് നടക്കട്ടെ. ഇതിലൊന്ന് ഇളകട്ടെ. ഒരു ഐഡിയ. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ നടക്കുന്ന സൗണ്ട് ചിലപ്പോൾ ഇനി കേൾക്കാതിരിക്കുമോ? ഒരു ഐഡിയ. ഒന്നിറങ്ങാം. കണ്ണും ഇറങ്ങാമെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ വിചാരിച്ച് തീർന്നു. എന്തോ ചെയ്യണോ ഇനി? ഈ സാധനം മാറത്തുമില്ല. ഏത് സാധനം? ഈ സ്പൈഡർ അമ്മച്ചി ഗ്രാനിക്കാട്ടി കുറച്ചും കൂടെ ഫിയറിയാന്ന് തോന്നുന്നു. കുറച്ചധികം കുറച്ച് ടെററുവാ, നല്ല വയലൻസുവാ. ഗ്രാനിമച്ചി ഇതൊക്കെ വെച്ച് നോക്കിയ പാവുവാ.
ഷോ നമ്മളിങ്ങോട്ട് വന്നതല്ലേ. ഈ സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് എടുക്കണം. കണ്ണും വീട്ടുകാരും കേറിക്കോ. വല്ലതും കിട്ടിയോ? ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇതൊരു മെഗാറ്റിക് പണിയാണോ എന്തോ. ഗാനിമച്ച് വന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൂ തോന്നുന്നു. കണ്ടില്ലെങ്കിൽ ഇങ്ങനെ കൂവുണ്ടോ? ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഭിത്തി കൂടെ ഒക്കെ കാടിറങ്ങി വരുന്നത്. ഇത് എപ്പോഴും വരുന്ന സ്ഥലമാണ്. അമ്മച്ചി ഈ ചലന്തി അമ്മച്ചി പോയിട്ട് വേണം എനിക്ക് ചെന്നാൽ ബോംബിൻ്റെ രണ്ടാമത്തും തുറക്കാനും ഈ ചെയിൻ വെച്ചത് കട്ട് ചെയ്യാനും. പോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കാൻ വന്ന ബുദ്ധി കിട്ടി പോയോ എന്തോ. ഒരു സൗണ്ട് ചിലപ്പം കേൾക്കാം. ഒരു ശലന്തയുടെ സൗണ്ടൊക്കെ ഞാൻ അടുത്തു. ദൂരോട്ട് പോയി. ചത്താ ചത്ത്, തോറ്റാ തോറ്റ്. ദൈവമേ, എൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണേ. ഇറങ്ങാൻ പോവാ. 1 2 എസ്കേപ്പ് ആയല്ലേ. ഇപ്പം ചെറുതായിട്ട് രക്ഷപ്പെട്ട്. ഈ സാധനം വെച്ച് നമുക്ക് ആ ചെയിൻ കട്ടർ ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ആ ലിഫ്റ്റിൽ കയറി രണ്ടാമത്തെ ഇല ചെന്ന് ഒന്നല്ല എടുത്ത്, ഇനി 2 എടുക്കാം. അപ്പം അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ. അതേറെ നമ്മുടെ ഗ്രാനിമച്ചിയല്ലേ. ഇതോടെ നിൽക്കുന്ന പൂത്തുമില്ല. ആ കൊമ്പുണ്ടായോണ്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇത് നമ്മൾ പോയിന്ന് വിചാരിക്കും. ഇറങ്ങിയാലോ. ഇറങ്ങാം.
അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ചെയിൻ കട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ തൊട്ട് പുറകെ ഉണ്ടായിരുന്ന ഒരു ഐഡിയ, ഇതിനെ റൂട്ട് മാറ്റാം. ബാ, ഈ റൂട്ടിൽ കൊണ്ടുവരാം. ഇത് മറ്റേ റൂട്ട് ഐഡിയ. ഇനി കുഴി കൂടെ ചാടാൻ പറ്റത്തില്ലല്ലോ. ഒരേ ഒരു മാർഗം പിടിച്ച് വീണ്ടും ഗ്രാനിയമ്മച്ചയെ കൊല്ലണം. ഗ്രാനിയമ്മച്ചയുടെ കാര്യം എന്തൊരു കഷ്ടവ്. ഓ, കഥ തുറന്നോളനെ വന്ന് ഒരു വെപ്പൺ കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ ഒന്ന് അടിച്ചങ്ങ് കൊല്ലായിരുന്നു. എന്നിട്ട് അടിച്ച് എന്തെങ്കിലും ഒരു പെപ്പർ സ്പ്രേ ആയാലും മതി കിട്ടിയിരുന്നെങ്കിൽ, ഒരു റിമോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ ബോധം കെടുത്തിയിട്ട് നമുക്ക് ചാടായിരുന്നു. ഈ സ്പൈഡർ അമ്മച്ചി വെടി വെച്ച് കൊല്ലാനും പറ്റത്തില്ല. ഇതിലും ഭേദം ഗ്രാനിയമ്മച്ചി. പക്ഷെ നമ്മളെ ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. തോറ്റ് ജയിച്ചു. ഫോളോ മീ. ചെന്ന് കയറി കൊടുത്ത ഗ്രാനിയമ്മച്ചിയുടെ കയ്യിലോട്ട്. ഓ, ഈ ഡേയും കൂടെ തോറ്റ ഫൈനൽ. ഗ്രാനിയമ്മച്ചി നമ്മളെ ചതിച്ചിരിക്കുന്നു ഗൈസ്. വീണ്ടും നമുക്കിറങ്ങാം. ഇനി നമ്മൾ തോറ്റു കൊടുക്കുമോ എന്തോ. ഇനി നമ്മൾ തോക്കൂല. നമുക്കിത് മതി. പക്ഷേ ഇത് ഫുള്ള് ചോരക്കാരെ. ഗ്രാനിയമ്മച്ചി പൂട്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഗ്രാനിയമ്മച്ചി റൂമിൽ പൂട്ടിയിടാം. എന്തോ ചെയ്യാനാ ഗ്രാനിയമ്മച്ചി റൂമും തമ്മിലുള്ള ചേർച്ച.
തിരക്കായിപ്പോയി. തിരക്കായിപ്പോയി. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു. അയ്യോ അടയ്ക്കാൻ കഥകില്ല. അടയ്ക്കാൻ കഥകില്ല. ഞാൻ പിടിച്ചു നിർത്തി. ഇനി ലാസ്റ്റ് നമുക്ക് പറ്റുമോ? Guys, day 5 പോയി guys. Day 5 പോയി. Guys, game over. Game over. Granny was split into pieces. ഗ്രാനി നമ്മളെ കെട്ടിടത്തിനെ മണ്ടേന്നെടുത്ത് പൊക്കി. Granny നമ്മളെ ഗൈസ് നമ്മുടെ വേറെ ഐറ്റം തോന്നിക്കുന്നു. ഗൈസ് നമുക്ക് സെക്കൻഡ് പാർട്ടി എന്തായാലും നമ്മൾ ഗ്രാനി മച്ചുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവും. അത് സ്പൈഡർ വേൾഡിൽ വെച്ച് തന്നെ. ഇനി തുടർന്നൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ. ബൈ ബൈ ബൈ. നാളെ എടുക്കുക. നാളെ 1